കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡന വീരൻ എന്ന് തെളിഞ്ഞിട്ടും മുകേഷ് MLA സ്ഥാനം രാജിവെക്കില്ല. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്നും ചിലപ്പോൾ മുകേഷ് രാജിവെച്ചേക്കും. ഇതാണ് പാർട്ടി തീരുമാനം. കാരണം ഈ ലൈംഗികതയുടെ തീവ്രത അളക്കുന്ന യന്ത്രങ്ങളും അതിൻ്റെ വിദഗ്ധരുമൊക്കെ സ്വന്തമായുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPMന്റെ തീരുമാനം എല്ലാവരും അംഗീകരിച്ചേ മതിയാകും. നമുക്കറിയാം, മുകേഷ് എന്ന MLA കേരളം കണ്ട ഏറ്റവും വലിയ പീഡനവീരനായി മാറുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പീഡന പരാതികളാണ് പുറത്തു വരുന്നത്. ആദ്യത്തെ ഭാര്യ സിനിമാ നടി കൂടിയായ സരിത, പിന്നീട് ടെസ് ജോസഫ് എന്ന സിനിമാ പ്രവർത്തക, മൂന്നാമതായി മീനു മുനീർ എന്ന നടി, ഇപ്പോഴിതാ നടി സന്ധ്യ. ഇനി ഏത് നിമിഷവും വേറെ ആരെങ്കിലും എത്തിയേക്കാമെന്ന് സ്വാഭാവികമായും വിശ്വസിക്കുകയാണ് മലയാളികൾ. മുകേഷിൽ നിന്നും ലൈംഗിക അതിക്രമണം നേരിട്ട വെളിപ്പെടുത്തലിൽ നടി മീനു മുനീറിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. മുകേഷിനെതിരെ നാളെ പോലീസിൽ അവർ പരാതി നൽകാൻ പോവുകയാണ്. മുകേഷും ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് നടി മീനു മുനീർ വെളിപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കണമെന്ന് പറയുമ്പോൾ വനിതാ കമ്മീഷൻ പോലെയുള്ള സംഘടനകളുടെ മറുപടിയാണ് ഞെട്ടിച്ചത്. പരാതി ലഭിച്ചാൽ ഉടൻ നടപടിയെന്നാണ് അവർ പറഞ്ഞത്. ഇനി പരാതി ലഭിക്കുന്നതോടെ നാളെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്നല്ല, 4ഓളം പേരെ പീഡിപ്പിച്ചതായി, അതും ഒരു നടൻ മാത്രമല്ല, MLA ആണ്. എന്ത് തീരുമാനമെടുക്കാൻ പോകുന്നു ഈ വനിതാ കമ്മീഷനൊക്കെ എന്ന് നമ്മൾ കണ്ടറിയണം. സർക്കാർ നയം സ്ത്രീപക്ഷമാണെന്ന് പറയുകയും സ്ത്രീകളെ പരമാവധി പീഡിപ്പിച്ചു നടക്കുന്ന മുകേഷിനെ MLA ആയി തന്നെ നിലനിർത്തുകയും ചെയ്യുന്നത് CPMനെ വലിയ പ്രതിരോധത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ മുകേഷ് രാജിവെച്ചാൽ കൊല്ലം സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഉള്ളതുകൊണ്ട് MLAക്കെതിരായ ആരോപണത്തിൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് CPM കൈക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ വരിവരിയായി വന്ന് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴും മുകേഷിനെ മുഴുവൻ സംരക്ഷണവും നൽകി കാത്തുസൂക്ഷിക്കുകയാണ് CPM. മുൻകാലങ്ങളിൽ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട പ്രതിപക്ഷ MLAമാർ രാജിവെച്ചിട്ടില്ല എന്നതാണ് CPM ഇതിന് കാരണമായി കണക്കാക്കുന്നത്. മുൻകാലങ്ങളിൽ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട പ്രതിപക്ഷ MLAമാർ കോൺഗ്രസിൽ നിന്നുള്ള 2 പേരാണ്. തന്നെ തുടർച്ചയായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു അധ്യാപിക പെരുമ്പാവൂരിലെ കോൺഗ്രസ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്നും, അതുപോലെ തന്നെ ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്ന പരാതിയിൽ 1 മാസത്തിലേറെ ജയിലിൽ കിടന്നിട്ടും കോവളത്തെ കോൺഗ്രസ് MLA M വിൻസെന്റ് രാജിവെച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് മുകേഷ് MLAയെ CPM സംരക്ഷിച്ചു നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 2 കോൺഗ്രസ് MLAമാരാണ് ഇപ്പോൾ മുകേഷിന്റെ രക്ഷയ്ക്കെത്തി നിൽക്കുന്നത്. എന്നാൽ ഈ MLAമാർ ചെയ്തതും മുകേഷ് ചെയ്തതും എന്താണെന്ന് വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ പ്രേരിതവും കാമകേളിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടും മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുകയാണ് പാർട്ടി. ഏതായാലും MLA സ്ഥാനം കൈവിടാതെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ നീക്കിക്കൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ തീവ്രത അളക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യമാണ് അറിയാനുള്ളത്. സർക്കാർ നയം സ്ത്രീപക്ഷമാണെന്നാണ് വിഷയത്തിൽ സർക്കാരിൻ്റെ പ്രതികരണം എന്നിരിക്കെ MLAക്കെതിരായ ആരോപണത്തിൽ സർക്കാരിനെ പോലെ തന്നെ വനിതാ കമ്മീഷനും ഈ പീഡനവീരനായ മുകേഷിന്റെ താങ്ങും തണലുമാകും എന്നതാണ് വരും ദിവസങ്ങളിൽ കാണാനാവുക.